നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ 2.5 ലക്ഷം പേർക്ക് സർക്കാർ ജോലി, കറക്റ്റ് പറഞ്ഞാൽ 2.2 ലക്ഷം പേർക്ക് സർക്കാർ ജോലി 7 വർഷം കൊണ്ട് കേരള PSC കൊടുത്തു എന്നാണ് ഈ ഒരു പത്രവാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ആദ്യം കൊടുത്തിട്ടുള്ള ഈ രണ്ട് വാർത്തകൾ, ഇതും ഇതിൻ്റെ താഴെയുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ദേശാഭിമാനി പത്രത്തിനകത്ത് നിന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ PSCയുടെ വാർത്ത ആയതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യാം, കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC വാർത്തകൾക്കും ക്ലാസ്സുകൾക്കുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് തന്നെ കിടക്കാം. 7 വർഷം കൊണ്ട് 2.28 ലക്ഷം പേർക്ക് സർക്കാർ ജോലി കൊടുത്തുകൊണ്ട് കേരള PSC എന്നാണ് നമ്മുടെ ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ. യഥാസമയം ഒഴിവ് നികത്തുകയും പുതിയ തസ്തിക സൃഷ്ടിച്ചുമാണ് PSCയുടെ ഈ അതുല്യ നേട്ടമെന്നാണ് ഈ ഒരു പത്രത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി എനിക്കിത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, LDF സർക്കാർ അധികാരമേറ്റ് 2016 ശേഷം PSC നിയമനം നൽകിയത് 2,28,801 പേർക്കാണ്. ഇതിൽ 39,000 ഉദ്യോഗാർത്ഥികൾക്കും നിയമനമായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറെ ഉയർന്ന നിയമന നിരക്കുകളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നിയമനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാനായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള നടപടികളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമായത് അല്ലേ. അപ്പോൾ ആശ്വാസം കാരണം നമുക്കിപ്പോൾ ആക്ച്വലി തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. യഥാസമയം ഒഴിവുകൾ നികത്തിയും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുമാണ് സർക്കാരും PSCയും കൂടി ഈ ഒരു ചരിത്ര നേട്ടം എന്ത് ചെയ്തിട്ടുള്ളത്, കൈവരിച്ചിട്ടുള്ളത്. വിവിധ തസ്തികകളിൽ ഒഴിവ് ആകുമ്പോൾ തന്നെ ഈ വേക്കൻസി സോഫ്റ്റ്വെയർ വഴി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം ഒഴിവുകൾ റൊട്ടേഷൻ ക്രമത്തിൽ നിയമന ശുപാർശ നൽകുന്നു. അപ്പോൾ 2023 പ്രതീക്ഷിത ഒഴിവുകൾ മുൻകൂറായി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോടും നിയമനാധികാരികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഉറപ്പാക്കുന്നതിനായിട്ട് വകുപ്പ് സെക്രട്ടറിമാരെ ചുമതല ഏർപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ ഭരണപരിഷ്കാര വകുപ്പുകളും ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പരിശോധിച്ച് നടപടിയെടുക്കുന്നതുമായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ PSC എല്ലാം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഈ ഒരു വാർത്തയ്ക്കകത്ത് അവർ എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് വരെ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ട് അല്ലേ. അത് ഉള്ളതാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ റാങ്ക് ലിസ്റ്റ് വരെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. നിയമന ശുപാർശകൾ കൂടി കമ്പ്യൂട്ടർവൽക്കരിക്കാനും നടപടിയാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിയമനങ്ങളും ഇനി തൊട്ട് എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടർവൽക്കരിക്കാനായിട്ട് കേരള PSC ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ പരീക്ഷയ്ക്കായിട്ട് PSC ആസ്ഥാനത്തും ജില്ലകളിലുമായിട്ട് പരീക്ഷാ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിന്റെ കാലതാമസം ഒഴിവാക്കാനായിട്ട് SSLC +2 ബിരുദ തലത്തിലുള്ള പൊതു പ്രാഥമിക പരീക്ഷയും നടത്തിയിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്താണ് പറയുന്നത്, റിക്രൂട്ട്മെന്റിലെ കാലതാമസം ഒഴിവാക്കാനായിട്ട് SSLC ബിരുദതലം +2 തലത്തിലുള്ള പൊതു പ്രാഥമിക പരീക്ഷ നടത്തിയിരുന്നു. കാലതാമസം തടയാൻ വേണ്ടിയിട്ടാണ് പ്രിലിമിനറി പരീക്ഷ. അപ്പൊ നമ്മുടെ ബാല പറയും പോലെ ഞാൻ പൊട്ടന അല്ലേ. അപ്പോൾ കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ അനിവാര്യമില്ലാത്തതോ ആയ തസ്തികകൾക്ക് പകരം ആവശ്യമായത് നിർണ്ണയിക്കാനും നടപടി ആയതോടുകൂടിയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് പരമാവധി നിയമനങ്ങളെ നിയമനങ്ങൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് സർക്കാരും PSCയും മുന്നോട്ട് പോകുന്നത്. വിജ്ഞാപനം നൽകുന്ന വർഷം തന്നെ പരീക്ഷകൾ നടത്തുമെന്ന് PSCയുടെ പ്രഖ്യാപനവും ഉദ്യോഗാർത്ഥികളിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. ആക്ച്വലി ഇവിടെ നമുക്കിപ്പോൾ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ അവസാനം പറയുന്നത് നോക്കിയേ, റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് പരമാവധി നിയമനങ്ങൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് സർക്കാരും PSCയും മുന്നോട്ട് പോകുന്നത്. വിജ്ഞാപനം ചെയ്യുന്ന വർഷം തന്നെ പരീക്ഷകൾ നടത്തുമെന്ന PSCയുടെ പ്രഖ്യാപനം ഉദ്യോഗാർത്ഥികളിലെ കൂടുതൽ പ്രതീക്ഷ നൽകുന്നുവെന്നാണ് നമ്മുടെ ഈ ഒരു ദേശാഭിമാനി പത്രത്തിനകത്ത് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്കിതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലയുടെ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദിസ് ഈസ് റാങ്, ഞാൻ പൊട്ടന അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വാർത്തയ്ക്കകത്ത് പറയുന്നത്. 2.28 ലക്ഷം പേർക്ക് ജോലി നൽകിയതൊക്കെ ഓക്കെ ആയിരിക്കാം.
പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടിട്ട് എന്തോ ഒരു വൈക്ലഭ്യം പോലെ തോന്നുന്നു. അപ്പോൾ എൻ്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ദേശാഭിമാനിക്കകത്ത് തന്നെ വന്ന രണ്ടാമത്തെ ഒരു വാർത്തയാണ്, വരുന്നു പുതിയ വനിതാ നയം, ഇതിനകത്ത് കൂടുതൽ തൊഴിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി വരുന്നത് തീരദേശ ആദിവാസി മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ 2ാം വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ തീരദേശ ആദിവാസി മേഖലകളിലെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വനിതാ നയം പുതുക്കുന്നു. സ്ത്രീകളുടെ ക്ഷേമത്തിനും കൂടുതൽ അവസരങ്ങൾക്കുമുള്ള തീരുമാനങ്ങളും പദ്ധതികളും പുതുക്കിയ ഈ ഒരു നയത്തിനകത്തുണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ 2ാം വർഷത്തോടനുബന്ധിച്ച് നയം പ്രഖ്യാപിക്കും. തീരദേശ ആദിവാസി മേഖലകളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായിട്ടും സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു തൊഴിൽ നയം, പുതിയ ഈ ഒരു തൊഴിൽ നയം നമ്മുടെ ആദിവാസികൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കുമായിട്ട് നമ്മുടെ കേരള PSC എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കേരള PSC അല്ല, നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. തൊഴിലിന്റെ ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ വാർത്തയ്ക്കകത്ത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് നമ്മളുടെ കണ്ടന്റിലേക്ക് കടക്കാൻ പോകുന്നത്, തൊഴിൽ വാർത്തയിലെ തൊഴിൽ വീതി. അപ്പോൾ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് ഇപ്പോൾ ഇന്നത്തെ തൊഴിൽ വീതിയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഫെബ്രുവരി 25 സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളും നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിനകത്ത് ആദ്യമായിട്ട് ഈ ഒരു ഹെഡിങ്ങിൽ കാണാൻ കഴിയും, എന്താണ്, ഇക്കൊല്ലം വരുന്നു 1015 PSC പരീക്ഷകൾ. അപ്പോൾ ഈ വർഷം തന്നെ 1015 കേരള PSCയുടെ എക്സാംസ് നടത്താനായിട്ടാണ് നമ്മുടെ PSC തീരുമാനിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ ടൈം ടേബിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരസേനയിലേക്ക് അഗ്നിവീറിന്റെ വിജ്ഞാപനം വരുന്നുണ്ട് കേട്ടോ. 40,000 ഒഴിവുകളാണ് നമ്മുടെ കരസേനയിലെ അഗ്നിവീർ വിജ്ഞാപനത്തിനകത്ത് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാര്യം ഒരുപാട് പേർക്ക് അതൊരു ഹെൽപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കരസേന അഗ്നിവീർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പത്രത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്കൊല്ലം വരുന്നു എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ 2023 താൽക്കാലിക പരീക്ഷാ കലണ്ടർ കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2022 ഡിസംബർ 31 വരെയുള്ള വിജ്ഞാപനങ്ങളുടെ പരീക്ഷ ഈ വർഷം തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. 10th പ്ലസ് 2 ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ ഈ വർഷം അവസാനം നടക്കുന്നു എന്നതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ആക്ച്വലി. അപ്പോൾ ഓരോ സ്ലോട്ടുകളിൽ എന്ന് പറഞ്ഞാൽ 6 സ്ലോട്ടുകളിലായിട്ടാണ് ഇവിടെ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. 1, 2, 3, 4, 5, 6 കണ്ടല്ലോ. മെയ് ജൂലൈയിൽ 112 പരീക്ഷ, ജൂൺ ഓഗസ്റ്റിൽ 303 പരീക്ഷ, ജൂലൈ സെപ്റ്റംബറിൽ 176 പരീക്ഷ, ഓഗസ്റ്റ് ഒക്ടോബറിൽ 223 പരീക്ഷ, സെപ്റ്റംബർ നവംബറിൽ 116 പരീക്ഷ, ഒക്ടോബർ ഡിസംബറിൽ 85 പരീക്ഷ. ആകെ മൊത്തത്തിൽ 1015 പരീക്ഷകളാണ് കേരള PSC ഇപ്പോൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 2023 താൽക്കാലിക പരീക്ഷാ കലണ്ടർ കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. മെയ് മുതൽ ഡിസംബർ വരെയുള്ള 6 സ്ലോട്ടുകളായിട്ട് തിരിച്ചാണ് പരീക്ഷ നടത്തുക. 2022 ഡിസംബർ 31 വരെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച 760 കാറ്റഗറികളിലെ 1015 പരീക്ഷകളുടെ താൽക്കാലിക ടൈം ടേബിളാണ് കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തന്നെ പലതും 10th പ്രിലിംസും പ്ലസ് 2 പ്രിലിംസും ഒക്കെ ആയിട്ടാണ് കേരള PSC നടത്താനായിട്ട് തീരുമാനിച്ചതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. CPOക്ക് മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി LGS അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പരീക്ഷ പ്രത്യേകമായിട്ട് 2 ഘട്ടമായിട്ടായിരിക്കും നടത്താനായിട്ട് പോവുക. കണ്ടല്ലോ, ഈ ഹെഡിങ് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് വായിക്കാം. സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകളിൽ ഇത്തവണ പ്രാഥമിക പരീക്ഷ ഇല്ല അല്ലേ. ഇപ്പോൾ പ്രിലിംസ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ്, സർവകലാശാല അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾ കോമൺ പ്രിലിമിനറിയിൽ ഉൾപ്പെടുത്താതെ പ്രത്യേകമായി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ CPOയ്ക്കും WCPOയ്ക്കും പ്രിലിംസ് ഇല്ല. അതിനു പകരം നമ്മുടെ യൂണിവേഴ്സിറ്റി LGS, സർവകലാശാല അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾ കോമൺ പ്രിലിമിനറിയിൽ ഉൾപ്പെടുത്താതെ പ്രത്യേകം പരീക്ഷയായിട്ട് നടത്താനാണ് ഇപ്പോൾ കേരള PSC തീരുമാനിച്ചിട്ടുള്ളത്. സർവകലാശാല അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫീൽഡ് ഓഫീസർ തസ്തികകളിലെ പൊതു പ്രാഥമിക പരീക്ഷ ഏപ്രിലിലും അതുപോലെ തന്നെ മെയിലുമായിട്ട് നടത്തും. 2 or 3 ഘട്ടമായിട്ടായിരിക്കും ഈ പരീക്ഷകൾ നടത്തുക. ആദ്യ പരീക്ഷ അല്ലെങ്കിൽ ആദ്യഘട്ടം നടത്താനായിട്ട് പോകുന്നത് ഏപ്രിൽ 29 അല്ലേ. ഏപ്രിൽ 29 ആദ്യഘട്ട പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. പ്രാഥമിക പരീക്ഷ ജയിച്ച് അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് പ്രത്യേകം മെയിൻസ് പരീക്ഷ നടത്തുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സർവകലാശാല അസിസ്റ്റന്റ്, ഫീൽഡ് ഓഫീസർ മെയിൻസ് പരീക്ഷകളിലെ ജൂലൈയിലും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് പരീക്ഷ ഓഗസ്റ്റിലുമാണ് നടത്തുക. ഇതിലൊരു പക്ഷേ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് തസ്തികയും 2 ഘട്ട പരീക്ഷയായിട്ടാണ് നടത്തുക. പ്രാഥമിക ലാസ്റ്റ് ഗ്രേഡ് ഒക്കെ എന്തിനാണ് 2 ഘട്ട പരീക്ഷയായിട്ട് നടത്തുന്നത്?
അതുപോലെ തന്നെ 2 ഘട്ട പരീക്ഷയായിട്ടാണ് നടത്തുക. പ്രാഥമിക പരീക്ഷ ഓഗസ്റ്റ് മാസത്തിലും മെയിൻസ് പരീക്ഷ ഒക്ടോബറിലുമായിട്ടായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. 4,32,000 പേരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത്. സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ഫെബ്രുവരി 21 വരെ കൺഫർമേഷൻ നൽകാമെന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരി 21 വരെയാണ്. ഫെബ്രുവരി 21 എന്ന് പറയുമ്പോൾ നാളെ വരെയാണ്. സബ് ഇൻസ്പെക്ടറിന് നാളെ വരെ കൺഫർമേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിന് ശേഷമേ എല്ലാ തസ്തികയിലും എത്ര പേർ വീതം എന്ന് കൺഫർമേഷൻ നൽകിയിട്ട് വ്യക്തമാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ തസ്തികയ്ക്കും ഇനി പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ വാർത്തയ്ക്കകത്ത് വന്നൊരു കണ്ടന്റ് ആണ് അല്ലേ. അപേക്ഷകർ കുറവുള്ള തസ്തികയിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് ആളെ കയറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് കേരള PSC മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്കും ഇനി എഴുത്ത് പരീക്ഷ വെച്ചുകൊണ്ടാണ് എല്ലാ തസ്തികൾക്കും ഇനി പരീക്ഷ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്നത്. അത് ഇന്റർവ്യൂവിലുള്ള പാകപ്പിഴകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് നമ്മുടെ ചെയർമാൻ പറയുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 2 പരീക്ഷ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് വരാമെന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പ്രൊഫൈൽ ബ്ലോക്കിന്റെ കാര്യമാണ്. കൺഫർമേഷൻ നൽകിയ ശേഷം പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. കൺഫർമേഷൻ നൽകിയ ശേഷം 2 പരീക്ഷകളെങ്കിലും എഴുതാത്തവരുടെ പ്രൊഫൈല് ബ്ലോക്ക് ചെയ്യാനാണ് ആലോചിക്കുന്നത്. ഇത് എന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് PSC പിന്നീട് തീരുമാനിക്കുക. അത് ഇതുവരെ എന്ത് ചെയ്തില്ല, ഇത് എന്ന് മുതലാണ് വരുന്നതെന്ന് കാര്യം പറയുന്നില്ല. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, PSCയുടെ കാര്യമാണ്, ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈയർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രധാന പരീക്ഷകൾ നടക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിളിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ പ്രധാന പരീക്ഷകൾ നടക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കാറ്റഗറി നമ്പർ. അതുപോലെ തന്നെ വെച്ചാൽ മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ കാര്യമാണ് പറയുന്നത്. മെയ് ജൂലൈ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ ഒറിജിനൽ ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. മെയ് ജൂലൈയിൽ സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ, അതുപോലെ തന്നെ ഡെന്റൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ, അങ്ങനെ ഒരുപാട് തസ്തികൾ ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓരോന്നായിട്ട് വായിച്ചാൽ ഇന്നൊന്നും തീരത്തില്ല. ആക്ച്വലി 1015 ഉണ്ട്. ഓരോന്ന് വായിച്ചുകൊണ്ടിരുന്നാൽ രാമായണം പോലെ ഇവിടെ നിന്ന് വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്കി പരീക്ഷകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. 1015 പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, ഓരോ മാസം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന 6 ഘട്ടങ്ങൾ തരംതിരിച്ചാണ് ഇതിനകത്ത് ടൈം ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ജൂൺ ഓഗസ്റ്റിൻ്റെത്, അതുപോലെ തന്നെ ജൂലൈ സെപ്റ്റംബറിൻ്റെത്, സെപ്റ്റംബർ നവംബറിൻ്റെത്, ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബറിൻ്റെത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ, ഈ ഒരു പേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിന്നീട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടല്ലോ, ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു, എക്സാമൊക്കെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. സ്കൂളുകളിൽ ഇനി 6005 അധിക തസ്തികകളിലേക്ക് സാധ്യതാ നിയമനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിയമന സാധ്യത ഇതിൽ 1442 മാത്രമെന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ടീച്ചർമാർക്ക് ഒരുപാട് വേക്കൻസികൾ നിലവിൽ വരാനായിട്ട് പോകുന്നുണ്ട്. HSSTക്ക് കണ്ടല്ലോ, സർക്കാർ സ്കൂളുകളിൽ 740, UPSCക്ക് 730, അതുപോലെ LPSCക്ക് 1086, UP സ്കൂളുകളിലെ മറ്റ് തസ്തികകൾ 463. ആകെ മൊത്തത്തിൽ 3019 വേക്കൻസികളാണ് വരുന്നത്. എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ അത് 2887 വേക്കൻസികൾ എന്ത് ചെയ്യുന്നു, സ്കൂളുകളിൽ അധികമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റ് പാസ്സാവാത്തവർക്ക് ജൂണിൽ അവസാന അവസരം എന്ന് പറയുന്നുണ്ട്. കേട്ടറ്റ് പരീക്ഷ ഇതുവരെ പാസ്സാവാതെ സ്കൂളിൽ അധ്യാപക ഇളവുകളോടെ ഒരു അവസരം കൂടി നൽകാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. കേട്ടറ്റ് യോഗ്യതയില്ലാതെ 2012 ജൂൺ 1 മുതൽ സർക്കാർ സ്കൂളുകളിലും 2012 ജൂൺ 1 മുതൽ 2019-20 അധ്യയന വർഷങ്ങൾ വരെ എയ്ഡഡ് സ്കൂളുകളിലും നിയമിതരായ അധ്യാപകർക്കാണ് അവസാന ശ്രമം അനുവദിക്കുന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും കേട്ടറ്റ് പാസ്സാവാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ഈ ലാസ്റ്റ് അവസരം എന്ത് ചെയ്യുക, ഒന്ന് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വിരമിക്കൽ 60 വയസ്സിലാക്കാനായിട്ട് ശുപാർശ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വ്യവസായ വികസന കോർപ്പറേഷനിലാണ് കേട്ടോ, വ്യവസായ വികസന കോർപ്പറേഷനിലാണ്. നേരത്തെ പിൻവലിച്ച ഉത്തരവ് ഓരോ സ്ഥാപനത്തിലും പ്രത്യേകം നടത്താനുള്ള തീരുമാനമെന്നാണ് പറയുന്നത്. ചില ഓരോ സ്ഥാപനത്തിലും അവരുടേതായിട്ടുള്ള വിരമിക്കൽ പ്രായം ഈ 60 ആക്കണേ, ഒരു 100 വയസ്സിരിക്കട്ടെ, അവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഇനിയിപ്പം റോഡിലോട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഈ ഒരു 60ഉം 80ഉം ഒക്കെ വയസ്സിലോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ സ്വയം വിരമിക്കലിന്റെ വഴി ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ അർഹതാ പട്ടികയിൽ 25,805 പേര് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ 7,800 പേരാണ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തതാണ്. കട്ട് ഓഫുകളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ ഒരുപാട് മേലെയാണ് കട്ട് ഓഫ് പോയിട്ടുള്ളത്. എന്നിട്ടും 25,000 പേര് നമ്മുടെ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയും പോലെ 6 ഘട്ടമായിട്ട് നടത്തിയ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ലഭിച്ചത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ലിസ്റ്റിൽ 25,000 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് 69.08 ആണ് വന്നിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വിമൻ അല്ലെങ്കിൽ വനിതാ വുമൺ പോലീസ് അല്ലെങ്കിൽ വുമൺ അസിസ്റ്റന്റ് പ്രിസൺ ആണെങ്കിൽ 7,813 പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കട്ട് ഓഫ് 85 പോയിട്ടുണ്ടായിരുന്നു. വനിതകളുടെ കട്ട് ഓഫ് 85 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിൽ 11 മുതൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഏപ്രിൽ 25-നാണ് നിങ്ങളുടെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്.
അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധനയുടെ പേരിൽ പുറത്ത് വരാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ലിസ്റ്റ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ലിസ്റ്റ് നമുക്കറിയാം ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരുന്ന ലിസ്റ്റാണ്. പക്ഷേ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ലിസ്റ്റുകളൊന്നും വന്നിട്ടില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നില്ല, അതിൻ്റെ താമസം എന്നൊക്കെ പറഞ്ഞാണ് കേരള PSC ലാഗ് അടിപ്പിക്കുന്നത്. ഇതേ കേരള PSC വാർത്തയാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഒരു ലാഗും ഇല്ലാതെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു തരുമെന്ന്. അപ്പോൾ അവർ തന്നെയാണ് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ തസ്തിക അല്ലെങ്കിൽ ലിസ്റ്റിന് എന്താണ് സർട്ടിഫിക്കറ്റ് പരിശോധനയുടെ പേരിൽ വൻ ലാഗാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ കഴിഞ്ഞ കമന്റ് ബോക്സുകളിലൊക്കെ ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. 2020 സെപ്റ്റംബർ 15 ഈ തസ്തികയുടെ വിജ്ഞാപനം കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒഴിവുകളിൽ മുൻ നിയമന ശുപാർശകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്ത് എത്രയാണ്, ഓരോ ജില്ലകളുടെ എന്ന് വെച്ചാൽ ആകെ മൊത്തത്തിൽ കഴിഞ്ഞ വർഷം മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയുടെ കാര്യമാണ് പറയുന്നത്. ആകെ മൊത്തത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ 658. അതുപോലെ തന്നെ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ പൂച്ചൽ 2914 പേരാണ്. അതുപോലെ തന്നെ ഫയർമാൻ ട്രെയിനിയുടെ ഷോർട്ട് ലിസ്റ്റിൽ നിലവിൽ 1378 പേര് നിലവിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ SSC മൾട്ടി ടാസ്കിങ്ങിന്റെ ഹവൽദാറിന്റെ പരീക്ഷകളുടെ അപേക്ഷ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കരസേനയിൽ അഗ്നിവീറുകാർക്ക് 40,000 ഒഴിവുകളുണ്ട്. വനിതകൾക്ക് മിലിറ്ററി പോലീസ് ആവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. കാര്യം ഇത് PSC കേസല്ല, പിന്നെ ഒരു ജോബ് വേക്കൻസി ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ആദ്യം എഴുത്ത് പരീക്ഷയാണ്. ഏപ്രിൽ 17 മുതലാണ് പരീക്ഷ. 8ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാനും കേരള PSC നമ്മുടെ ആർമി പറയുന്നുണ്ട്. കരസേനയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വരുന്നുണ്ട്. ജൂനിയർ ഇൻസ്പെക്ടറിന്റെ യോഗ്യതകൾ എന്തെല്ലാം, ഇത് മറ്റേ ഇതാണ് കേട്ടോ, ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു സംശയങ്ങൾക്ക് കേരള PSC കൊടുക്കുന്ന മറുപടികളാണ്. ജൂനിയർ ഇൻസ്പെക്ടറിന്റെ യോഗ്യത എന്തെല്ലാം, ഉറപ്പിച്ച മാർക്ക് കിട്ടിയില്ല, നടപടി എന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ എഴുതിയിരുന്നു. PSCയുടെ ഉത്തരസൂചിക പ്രകാരം എനിക്ക് 50 മാർക്കാണ് ലഭിക്കുമെന്ന് ഉറപ്പായത്. എന്നാൽ കട്ട് ഓഫ് 41.33 ആയിരുന്നു. ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. എങ്ങനെ PSCക്ക് തുടർ നടപടി സ്വീകരിക്കാനായിട്ട് കഴിയും? ഇത് പലരുടെ അവസ്ഥയാണ്. കാര്യം നമുക്കിപ്പോൾ ഈ നോർമലൈസേഷൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ട് ആ ഒരു കട്ട് ഓഫിന്റെ മുകളിൽ മാർക്കുള്ളവർ ഇവിടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടാത്തൊരവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉത്തരക്കടലാസ് പുനഃപരിശോധിക്കാം, ഫോട്ടോ കോപ്പിയും ലഭിക്കും. ഈ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തീയതി മുതൽ 1 മാസത്തിനകം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു ലിസ്റ്റ് വന്നു, ആ ലിസ്റ്റ് വന്ന് 1 മാസത്തിനകം നിങ്ങൾ എന്ത് ചെയ്യുക, പുനഃപരിശോധനയ്ക്ക് അപ്ലൈ ചെയ്യുക, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകണം. ഇത് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു അറിവ് തന്നെയാണിത്. ഉറപ്പിച്ച മാർക്ക് കിട്ടാത്തവർക്ക് എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയിൽ അറിയിക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിലെ പിശക് തിരുത്താൻ സമയം കിട്ടുമോ? അത് സമയം എന്തായാലും കിട്ടും. PSCയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തിരുത്തിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ വിവരം രേഖാമൂലം PSC അറിയിക്കുക. സർക്കാർ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ PSC കൂടുതൽ സമയം അനുവദിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡീബാറിംഗ് PSCയെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. PSCയുടെ പരീക്ഷ എഴുതാൻ ഇത് തടസ്സമാകില്ലെന്നാണ് വിവരം. നിയമനം ലഭിക്കാനും ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ PSC വരത്തുള്ളൂ. ഈ പരീക്ഷയുടെ കേസിൽ എന്തെങ്കിലും ഡീബാറിംഗ് വന്നാൽ PSC പരീക്ഷ അത് ബാധിക്കത്തില്ല കേട്ടോ. അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ബിരുദവും PGയും അതൊന്നും വേണം, അതൊന്നും നമുക്ക് അത്യാവശ്യം വേണ്ട കണ്ടന്റ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കണ്ടന്റ് നോക്കിക്കോണേ. CPO സ്കൗട്ടിന് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്നാണ് കേട്ടോ. സ്കൂൾ അധ്യാപക തസ്തികയിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം പരീക്ഷയിൽ തുല്യ മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് മുൻഗണന നൽകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മുടെ എന്ത് പരീക്ഷയ്ക്കാണ്? നമ്മുടെ സ്കൂൾ പരീക്ഷയ്ക്കാണ്, സ്കൂൾ അധ്യാപക പരീക്ഷയ്ക്കാണ്. സ്കൂൾ അധ്യാപക തസ്തികയിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം പരീക്ഷയിൽ മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കാറുണ്ടെന്നാണ്. അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് CPOയ്ക്ക് മാർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റ് ഇനിയും വൈകിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. വൈകിപ്പിക്കാതിരുന്നാൽ കൊള്ളാം. അതുപോലെ തന്നെ അസം റൈഫിൾസിൽ 616 വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് നമ്മുടെ കേരള PSCയുടെ ഈ ഒരു അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. എന്തായാലും ഫസ്റ്റ് വാർത്ത കണ്ടിട്ട് ചിരിച്ചത് ഞാൻ മാത്രമാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയുക. സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ 90 ദിവസത്തെ കോഴ്സ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ ഇന്നൊരു 10 മണിക്ക് ഉണ്ടാകും കേട്ടോ. ഒരു 10 മണി, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇടുന്ന സമയം തന്നെ ഞാൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ടും കൂടുതൽ ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.